കഴിഞ്ഞ ദിവസം ഇലോൺ മാസ്ക് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതിങ്ങനെയാണ്: എന്റെ മകനായ സേവിയർ അലക്സാണ്ടർ മസ്ക് അന്തരിച്ചിരിക്കുന്നു. അവനെ കൊന്നത് വോക്ക്മൈൻഡ് വൈറസ് ആണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇലോൺ മസ്കിന്റെ പുത്രൻ അന്തരിക്കപ്പെട്ടിരുന്നില്ല. മറിച്ച് സേവിയർ അലക്സാണ്ടർ മസ്ക് എന്ന അദ്ദേഹത്തിന്റെ പുത്രൻ ഒരു ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ വിവിയൻ ജെന്ന വിൽസൺ എന്ന പെൺകുട്ടിയായി മാറുകയാണ് ചെയ്തത്. ഇവിടെ തന്റെ പുത്രനെ കൊലപ്പെടുത്തിയതായി ആരോപിക്കുന്ന വോക്ക്മൈൻഡ് വൈറസ് യഥാർത്ഥത്തിൽ ഒരു വൈറസുമല്ല. വോക്ക്മൈൻഡ് വൈറസ് എന്താണ് എന്ന അവതാരകന്റെ ചോദ്യത്തിന് ഇലോൺ മസ്ക് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ഏതൊന്നാണ് നമ്മളുടെ സംസാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത്? അതായത് ഏതൊന്നിനെ പറ്റി മോശമായി പറയുന്നത് പോലും മോശമാണ് എന്നൊരു പ്രതീതി സമൂഹത്തിൽ ഉണ്ടായി വരുന്നു. അതിനെയാണ് വോക്ക്മൈൻഡ് വൈറസ് എന്ന് പറയുന്നത് എന്നാണ്. ഉദാഹരണമായി ഹോമോസെക്ഷുവാലിറ്റി, ഫെമിനിസം എന്നിങ്ങനെയുള്ളവ. ഇവയോടൊന്നും യോജിക്കാൻ കഴിയാത്തവർ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. എന്നിരുന്നാലും ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരാനുള്ള ധൈര്യം അവർക്കില്ല. കാരണം ശക്തമായ എതിർപ്പുകളെ നേരിടേണ്ടി വരും എന്നുള്ള ഭയമാണ്.